കഥളി കൺകഥളി ചെങ്കഥളി പൂവേണോ കവിളി പുനതമുള്ളൊരു പെൺപൂവേണോ പുക്കാര മുകളിൽ ജല 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 ജംഗില മൂടെ മുഖപ്പോ വിടർത്തും പെൺകുട കീഴേ മുകളിൽ ജല ജംഗില മൂടെ. ഈ കാഴ്ച തന്നെ അത് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. മൗണ്ട് വ്യൂ മഡ് റിസോർട്ടിലാണ്. അതെവിടെയാണല്ലേ? വയനാട്ടിലാണ്. ജസ്റ്റ് ഒരു മിനിറ്റ് ഞാൻ ഒരാളൊന്ന് ക്ഷണിക്കട്ടെ. എന്റെ ചേട്ടനെ പരിചയപ്പെടുത്തണം. അപ്പൊ ഇന്ന് അവതാരകനായിട്ട് അദ്ദേഹത്തെ കൂടി ഞാൻ ഉൾപ്പെടുന്നുണ്ട്. നമസ്കാരം. ഷൈജിത്ത് എം. തളിപ്പറമ്പിലല്ലേ? തളിപ്പറമ്പില്. ഇപ്പം തളിപ്പറമ്പിൽ കീഴാറ്റൂർ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പോ ജയിലിൽ വർക്ക് ചെയ്യുന്നു. ജയിലിലൊക്കെ നല്ല സുപരിചിതമാണ്. ജയില് നല്ല സുപരിചിതമല്ലേ? ജയിൽ വാർഡനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ കൂടി നമ്മുടെ V1 ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. എന്റെ മൂത്ത ചേട്ടൻ. അപ്പൊ ചേട്ടനെ കൂടി ഞാൻ പറയുന്നത് 2 ചേട്ടന്മാരാണ് ഇന്ന് ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പൊ ചേട്ടനോട് ചോദിക്കുകയാണ്, ഈ മൗണ്ട് വ്യൂ മഡ് റിസോർട്ടിൽ കയറി വന്നപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാലം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇരുമ്പ് പാലം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ യാത്രയിലേക്കാണ്. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കൊടുത്തു. ആദ്യം അവൻ നമ്മൾ ആദ്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല മലനിരകളോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അപ്പൊ ഞാൻ എന്നെ കൂടി പരിചയപ്പെടുത്തുകയാണ്. സ്ഥലം എവിടെയാണ്? പെരുമ്പറമ്പിലാണ്. അപ്പൊ പെരുമ്പറമ്പില് നിങ്ങൾക്ക് കാണാൻ ഇരട്ടിയിലൊക്കെ ഉണ്ട്. കാത്തു എന്ന ഓട്ടോറിക്ഷ നോക്കിയാൽ മതി. എന്റെ ഏട്ടനൊപ്പം ഉണ്ടാവും. അപ്പൊ ഏട്ടനെ കൂടി നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ മൂന്നാമതൊരാളെ കൂടി പരിചയപ്പെടുത്തട്ടെ. എന്റെ അടുത്തൊരു ചേട്ടൻ. അദ്ദേഹം ഇന്ന് മുന്നേയുടെ സംവിധായകനാണ്. അദ്ദേഹത്തെ നേരിട്ട് നമ്മൾ മുന്നേറെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പൊ എന്തായാലും ഈ ബന്ധുത്വമൊക്കെ അറിയിക്കുകയാണ്. അപ്പൊ മുന്നേ കുറിച്ച് പറയുന്നതിനൊപ്പം പേരും കാര്യങ്ങളൊക്കെ സ്വന്തം ചോദിച്ചു നോക്കാം. ഒന്ന് പരിചയപ്പെടാലോ. എന്റെ പേര് സുരേന്ദ്രൻ കല്ലൂർ എന്നാണ്. ഞാൻ കണ്ണൂരില് മട്ടന്നൂരിലാണ്. ഞാനിന്ന് വയനാട്ടിലേക്ക് എത്തുന്ന സമയത്ത് വയനാട്ടിൽ പുതിയൊരു പ്രൊജക്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അതിന്റെ പണിപ്പുരയിലാണല്ലേ? അതിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ഈ സൗന്ദര്യം നുകർന്നുകൊണ്ട്, അല്ലെങ്കിൽ വയനാടിന്റെ തണുപ്പൊക്കെ നുകർന്നുകൊണ്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം എത്ര മാസത്തോളായി? 1 മാസത്തിനല്ലേ? 2 മാസമായി. അപ്പൊ കാത്തിരിക്കുക. പുതിയ പ്രൊജക്ട് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ പറയും. ആ സമയത്ത് നമുക്ക് ആ സിനിമയൊക്കെ കാണുക, അതിനൊന്ന് വിജയിപ്പിക്കുക. അപ്പൊ ഇദ്ദേഹത്തിനോട് ഇപ്പൊ പ്രാർത്ഥിക്കുക. കാരണം വെച്ചാല് എഴുത്തിന്റെ പണിപ്പുരയിലാണ്. എത്രത്തോളം എത്തി? എന്തായി അതിന്റെ കാര്യം? ഏകദേശം കഴിഞ്ഞു. ഏകദേശം പിന്നെ ഒരു പൂജാ സെറ്റപ്പിലൊക്കെ എത്തി നിൽക്കുകയാണ്. ചിലപ്പോൾ മഴയൊക്കെ കഴിഞ്ഞാൽ ഉടൻ അടുത്തൊരു പ്രോജക്ട് സംഭവിക്കും. 1996 ആ സ്കൂളിന്റെ പേര് കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ. അതെ, വയനാട്ടിലെത്തി. നമ്മുടെ യാത്രയും ഇവിടെ തന്നെ എത്തിച്ചേർന്നു. അപ്പൊ ഒരു ചങ്ങാതിക്കൂട്ടം എന്നുള്ള പ്രോഗ്രാമാണ്. അപ്പൊ നമുക്ക് ഇനി ചങ്ങാതിക്കൂട്ടത്തെ കുറച്ച് വിശേഷം കൂടി അറിയണ്ടേ? മുന്നോട്ട് അങ്ങോട്ട് പോവാം. കൊഴിഞ്ഞു വീണരാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയും ഞാൻ. നിന്റെ ഓർമ്മകളെ മുടങ്ങി പിടയും ഞാൻ. കാവ്യമല്ലയോ? ഞാനൊന്ന് ബ്ലോക്ക് ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ പഴയ കാലഘട്ടത്തിൽ 1996 ഇതേ പാട്ടുകൾ നെക്സ്റ്റ് കോഡ് നമ്പർ എന്ന് കേൾക്കുമ്പോൾ പാട്ട് മുഴുവൻ തന്നെയായിരുന്നു എന്നാണ് കൂട്ടുകാർ പറയുന്നത് അല്ലെ? അന്നേ പാടാറുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പാടിക്കൊണ്ടിരുന്ന ആ ഗാനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അത് പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ നമുക്ക് പരിചയപ്പെടണ്ടേ? പേരൊന്ന് പറയാമോ? വിചിത്ര. എവിടെ? സ്ഥലം എവിടെയാണ്? നാറാത്ത്. കണ്ണൂർ കൊളച്ചേരിയിൽ നിന്നും സമീപദേശങ്ങളിലൊക്കെ നിന്നിട്ട് വയനാട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു എപ്പിസോഡ് നമുക്ക് അവർക്ക് നൽകാമെന്ന് വിചാരിക്കുക. കാരണം എന്നും ഓർമ്മിക്കാൻ. അപ്പോൾ അതിനകത്ത് വന്ന എല്ലാ മുഖങ്ങളെയും പരിചയപ്പെടുത്തുകയാണ്. അപ്പം നമുക്ക് പേരും എല്ലാം ചോദിക്കാം. പേരെന്തായിരുന്നു? റീന. 10ാം ക്ലാസ്സിൽ പഠിച്ചു എന്ന് തെളിവാണല്ലേ? 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടാണ്. 10 സീലായിരുന്നു. സന്ധ്യ. സ്ഥലം എവിടെയാണ്? നാറാത്ത്. അപ്പൊ ഏ മുതൽ ജി വരെ അന്ന് എത്ര വരെയല്ലേ? അന്ന് എത്ര വരെ ഉണ്ടായിരുന്നു സ്റ്റാൻഡേർഡ്? അത്രയും കുട്ടികൾ അന്ന് ഉണ്ടായിരുന്നു അല്ലേ? ചുരുക്കി A-B-C മാത്രമായിട്ട് വന്നു. ഇപ്പൊ A ആകുന്ന രീതിയിലേക്ക് മാറി. വീട്ടിൽ തന്നെ പഠിക്കുമ്പോൾ ഒരുപാട് പിന്നെ ഡിവിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം കുറഞ്ഞിപ്പോ പിന്നെ CBSE മറ്റേ അങ്ങനെ സാധാ സ്കൂളിൽ കുട്ടികൾ കുറവാണ്. ഇപ്പം വീണ്ടും തിരിച്ചു വന്നു അവര്. വീട്ടില് ആരൊക്കെയുണ്ട്? വീട്ടില് ഭർത്താവ്, 2 മക്കള്. ഭർത്താവിന്റെ പേരെന്നാ?
രമേശൻ രമേശൻ പിള്ളേർ ചെയ്യുന്നത് വീടിന്റെ പണിയല്ലോ. വീട്ടു പണിയും കാര്യങ്ങളും. മക്കളെ പേരെന്നാ? മൂത്ത മോരൊരു അർജുൻ, മോളെ പേര് അനന്യ. ഓക്കെ. എൻ്റെ ഭർത്താവിൻ്റെ പേര് രഞ്ജിത്ത്. 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 മോൻ 2 ആൺകുട്ടികൾ. ഒരാളെ പേര് സായുജ്, ഒരാളെ പേര് സ്വരൂപ്. ഒരാള് ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു, ഒരാള് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, കണ്ണൂർ. നമുക്ക് അടുത്തൊരാളിലേക്ക് ഇങ്ങനെ എത്താം. പേര് സജിത. സജിത. നാറാത്ത് സ്ഥലം. നാറാത്ത്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഭർത്താവും 2 കുട്ടികളാണ്. പേരെന്ന് പറയാം അവിടെ? ഭർത്താവിൻ്റെ പേര് രവീന്ദ്രൻ, കൂലിപ്പണിയാണ്. 2 മക്കളാണ്, ആൺകുട്ടികൾ. മൂത്താള് സച്ചിൻ, എഞ്ചിനീയറായിട്ട് മഹാരാഷ്ട്രയിലാണ്. രണ്ടാമത്തത് അഭിനവ്, ബികോമിന് പഠിക്കുന്നു. 10ാം ക്ലാസ്സിൽ ഒത്തിരി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറില്ലേ? അതിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? യുവജനോത്സവത്തിനെല്ലാം പങ്കെടുക്കാറുണ്ട്. തിരുവാതിരക്ക്, ഒപ്പനക്ക്. കലാകാരിയായിരുന്നു. അപ്പൊ തിരുവാതിരൊന്നും കളിപ്പിക്കാൻ പറ്റാതെ ഞാൻ കളിപ്പിക്കുന്നില്ല. എന്തായാലും പറഞ്ഞു, ഞാൻ തിരുവാതിരയിലൊക്കെ അവതരിപ്പിക്കാറുണ്ടായിരുന്നു അല്ലേ? വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് കയറാറുണ്ടോ? കയറാറുണ്ട്. പേരെന്തായിരുന്നു? രജിത. രജിത. സ്ഥലം എവിടെയാ? സ്ഥലം കടമ്പേരി. കടമ്പേരി. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഭർത്താവ്, 2 മക്കൾ. ഭർത്താവിന്റെ പേരെന്നാ? സതീശ്. മക്കൾ 2, ഒരാളൊരു പെണ്ണുമാണ്. മോൻ ഡിഗ്രി കഴിഞ്ഞു, മോള് +2 ഇപ്പം കഴിഞ്ഞു. പാട്ടൊക്കെ പാടാറുണ്ടോ? ഇത് പാട്ട് പഠിപ്പിക്കാൻ ചോദിച്ചായിരുന്നു. വീട്ടിൽ നിന്ന് മൂളിപ്പാട്ട് അതെ. ഈ കൂട്ടുകാരൊക്കെ കൂട്ടായ്മയിൽ പാടാനുള്ള ഒരു മോഹം അവരപ്പുറം ഇങ്ങനെ പറയാം, അത്രേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. പേരെന്തായിരുന്നു? എൻ്റെ പേര് സവിത. സവിത. ഒരു സ്ഥലം എവിടെ? സ്ഥലം കൊളച്ചേരി. കൊളച്ചേരി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പം ബ്യൂട്ടീഷ്യനാണ്. എവിടെ? മയ്യില്. ബ്യൂട്ടി പാർലർ വരുന്ന പരസ്യമായിട്ട് മാറും. ബ്യൂട്ടി പാർലറിന്റെ പേര് ബ്ലഷിംഗ് ടോണ്. കേട്ടല്ലോ, അത് പരസ്യം കൊടുത്തേക്കാൻ ചോദിച്ചിട്ടാണ്. 10ാം ക്ലാസ്സിന്റെ ഒരു കൂട്ടായ്മയെ കുറിച്ചൊന്ന് പറയാം. ഏറ്റവും സന്തോഷകരമായിട്ട് പോകുന്നു. എന്താ പറയുക, നമ്മളിപ്പോൾ എല്ലാ തിരക്കിട്ടിടയിൽ നിന്നും ഈ ഒരു കഴിഞ്ഞ കാലങ്ങൾ ഓർത്തെടുക്കാനും നമുക്ക് സന്തോഷത്തോടുകൂടി പോകാനും പറ്റുന്നുണ്ട്. നമ്മളെല്ലാ ടെൻഷൻ്റെ ഇടയിലും ഈ ചങ്ങായിമാരൊത്ത് നല്ല സന്തോഷത്തിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡ്, 2 കുട്ടികൾ. അവരുടെ പേര് കൂടെ ഒന്ന് പറഞ്ഞാൽ. ഹസ്ബൻഡിൻ്റെ പേര് ശ്രീകാന്ത്, ലെക്സസ് കാർ ആക്സസറീസിൽ വർക്ക് ചെയ്യുന്നു. 2 ആൺകുട്ടികളാണ്. മൂത്തയാൾ ഡിഗ്രി ഫൈനൽ ഇയർ, രണ്ടാമത്തെ ആൾ +2. കേട്ടല്ലോ, അപ്പൊ 2 പരസ്യം പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഒരു ലെക്സസ് കാറിനും പറഞ്ഞു അല്ലേ? നമസ്കാരം. പേരെന്താ? രജിഷ. രജിഷ. സ്ഥലം എവിടെയാണ്? മയ്യില്. മയ്യിലും. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡും 2 കുട്ടികളും. ഈ 10ാം ക്ലാസ്സിന്റെ ഈ കൂട്ടായ്മയെ കുറിച്ചൊന്ന് പറയാമോ? എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിലാണോ? ഇല്ല, ഇപ്പം കുറച്ച് ഇപ്പൊ കുറച്ച് പിള്ളേരൊപ്പം കുടുംബത്തെ പ്രോഗ്രാമല്ലേ? സമയം കിട്ടാറില്ല. ഈ പരിപാടിയെ കുറിച്ച് എങ്ങനെ പറയുന്നു? നമ്മുടെ ഈ ഒരു യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പിയായി. പേര്? റീത്ത. റീത്ത. എന്റെ ഊഴമായി നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അല്ലെ? എല്ലാവരും പറഞ്ഞു നിൽക്കുക. അപ്പൊ ഇനി എന്റെ ഊഴാണല്ലോ, ഞാൻ എന്താ പറയാ? റീത്ത. സ്ഥലം എവിടെയാണ്? കൊളച്ചേരി. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഭർത്താവിന് 2 കുട്ടികൾ. ഭർത്താവിന്റെ പേരെന്ന് പറഞ്ഞാൽ? ഭർത്താവിന്റെ പേര് സജീവൻ. സജീവൻ. മക്കളുടെ പേര്? അമൽരാജ്, അനുശ്രീ. നമ്മുടെ ഈ ചങ്ങാതിക്കൂട്ടം പ്ലാൻ ചെയ്യുന്ന മുമ്പിലൊക്കെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അല്ലെ? പക്ഷെ കോഴിക്കോട് നിന്നൊക്കെ വയനാട്ടിലേക്ക് എത്താൻ വേണ്ടി കൊതിച്ച ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. വയനാട്ടിൽ നിന്ന് എത്തിയല്ലേ? അല്ല, കോഴിക്കോട് വയനാട്ടിലേക്കുള്ള യാത്ര അല്ലെ? പേരെന്തായിരുന്നു? സീമ. സീമ. ഇപ്പൊ ഹൗസ് വൈഫായിട്ട്? ഒപ്പം ഹൗസ് വൈഫായിട്ട്, പിന്നെ ഒപ്പം ഹസ്ബൻഡും ഞാനും രാജീവ്. അപ്പൊ ഇങ്ങനെയൊക്കെ സെപ്പറേറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ. അവരിങ്ങനെ കാണിച്ചു. കാരണം വെച്ചാലേ ഇവരൊക്കെ ഇന്ന് ഇവിടെ ഈ ഒരു റിസോർട്ടിൽ വന്ന് അടിച്ചു പൊളിച്ചത് ക്ഷീണത്തില. ഉച്ചഭക്ഷണം കഴിച്ചത് ക്ഷീണം പോലെ. അതെ, നല്ല ബിരിയാണി ഒക്കെ കഴിച്ച്. രാവിലെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയൊക്കെ നല്ലതായിരുന്നു. 2 ബസ് ആളുകൾ വന്നു. ഒരു ബസ്സിൽ പാട്ടുമായി അടിച്ചു പൊളിച്ച് വന്നു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആഘോഷിച്ചോ? കൂട്ടുകാരൊക്കെ കണ്ടപ്പോ? പിന്നെ ഇല്ലാതെ. വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലല്ലേ? അതെ, ഞങ്ങൾ ഇടക്കിടക്ക് കണ്ടുമുട്ടലുണ്ട്. വീഡിയോ കോൾ ഇല്ല, ഞങ്ങൾ പരിപാടി ഉണ്ടാവലുണ്ട്. കണ്ട ഈ 10ാം ക്ലാസ്സിലെ പ്രത്യേകതയുണ്ട്, ഇടക്കിടക്ക് കമ്പനി കൂടാറുണ്ട് അല്ലേ? അതെ. സാന്ത്വനം ലേച്ച് ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പറാ. നമ്മൾ മഡ് റിസോർട്ട് എന്നെല്ലാം കേട്ടപ്പോ ഞാനേ ആ വഴി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട് മഡ് റിസോർട്ട് ആയിരുന്നു അല്ലെ? റിസോർട്ടിൽ നല്ല കുളിക്കാനും കളിക്കാനും എല്ലാത്തിനും എല്ലാ ആനന്ദത്തിനും പറ്റിയ ഒരു സ്ഥലം ഇത്. ഞങ്ങളുടെ ക്യാമറയുടെ പിറകിൽ നിൽക്കുന്ന ബിജേഷ് കുട്ടിപ്പറമ്പിലാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇത് കാണാൻ ഞങ്ങൾ എത്തിയത്. അതെല്ലാം നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ വലിയൊരു ക്യാമറമാനായി അവാർഡ് മേടിച്ചു. ആ അവാർഡ് മേടിച്ചു, നാഷണൽ അവാർഡ് മേടിച്ചു. അത് നമുക്ക് അഭിമാനിക്കാം. ഞാൻ പരിചയപ്പെട്ടില്ല. പേര് പറ. മനോജ്. ഗോവിന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. മനോജ് ഗോവിന്ദ് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ?
ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ്. സൂക്ഷ്മത ഭയങ്കരമാണ് അല്ലെ? ഭയങ്കര അതിസൂക്ഷ്മതയാണ്. ക്യാമറക്കുള്ള മൈക്ക് സെറ്റ് എല്ലാം അവിടെ ശരിയാക്കിയിട്ട് കൊണ്ടുപോകാം. അതാണ് പൈസ ഇല്ല, പൈസ ഞാൻ വാങ്ങിക്കൂല കണ്ടെടുക്കുന്ന ബന്ധങ്ങൾ ഒരു രൂപ പോലും വാങ്ങിക്കാതെയാണ് നമ്മളെ പല വീഡിയോസും എല്ലാം ചെയ്തു തരുന്നത്. അപ്പോൾ സംഗീത സംവിധായകനാണ് നിങ്ങളുടെ കലാപരമായിട്ട് ഞാൻ തബല വായിക്കുന്നതാണ്, ഗാനങ്ങളൊക്കെല്ലാം പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കുറെ ആളെ കവിതകള് വീഡിയോ രൂപത്തിലാക്കിയിട്ട് അവര് മൊബൈലിൽ പാടിയിട്ട് അയച്ചു തരും. അപ്പൊ ചോദിക്കും ഈ ഒരു ഇലക്ട്രോണിക്സ് കാരണം എന്ന് ചോദിച്ചിട്ട് രണ്ടാം ചോദ്യം ഞാനത് അങ്ങനെ ചോദിച്ചത്. എനിക്ക് നേരത്തെ അറിയാൻ സുഹൃത്തു കൂടെയാണ്. അപ്പൊ ആ സുഹൃത്തുക്കൾ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ്. നല്ലൊരു തബലിസ്റ്റാണ്. അപ്പൊ എന്തായാലും എനിക്ക് ഗാനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ വിളിച്ചാൽ മതി. എന്റെ ഒരു പാട്ടിനീണം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ്, എന്റെ കാട്ടുചോലക്കിളിയേ കനവാകും കടൽ നീന്തി കര കാണാതൊരു നാളും മഴമുകിലായി ഞാൻ പാടാം എന്റെ ഓലഞ്ഞാലിക്കിളിയേ. ഒരു കാറ്റുമൂളണ്, ഒരു പാട്ടിൻ നീളം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ്, എന്റെ കാട്ടുചോലക്കിളിയേ. സന്തോഷം പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ പറയാൻ മറന്നൊരു കാര്യമുണ്ട്. ഈ കൂട്ടായ്മയുടെ ദൃഢത, അതായത് 96 വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിച്ചെങ്കിലും അതേസമയം പഠിച്ചതാണെങ്കിലും ഒപ്പം പഠിച്ചതല്ല, വൈഫാണോ ഒപ്പം പഠിച്ചത് ഇവരുടെ ഒപ്പം അല്ലെ? ഇങ്ങോട്ടും നോക്കി ഭയങ്കര ആശ്ചര്യപ്പെടാവോ അല്ലെ? നമ്മുടെ യാത്ര അല്ലെ? ഇപ്പൊ ഈ 1996 ബാച്ചിനൊപ്പം ഇവരുടെ ഒപ്പം ചേർന്ന എല്ലാ പ്രോഗ്രാമിലും മുന്നിൽ ഉണ്ടാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാറുണ്ട്. അപ്പൊ അത് കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ 1996. ഇവിടെ ഞാൻ കണ്ട് നമ്മൾ നാട്ടിൽ കണ്ട ഏറ്റവും വലിയ നല്ലൊരു ബാച്ചാണ്. സ്നേഹയിലെ ചാരിറ്റി ഒക്കെ നടത്തുന്ന ഒരു ബാച്ചാണ് ഇവരുടെ ബാച്ച്. അതുകൊണ്ട് തന്നെയാണ് എത്ര റിസ്ക് എടുത്ത് ഞാൻ കൂടെ പോകുന്നത് തന്നെ. ഓർമ്മയുടെ ഓളങ്ങളെ ഓമനിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂട്ടായ്മകളിൽ എന്നും സംഗീത സാന്ദ്രമാക്കുന്ന ഈ ചേട്ടനെ എപ്പോഴും ഓർമ്മിക്കുമല്ലോ. വയനാടൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പേ ഞങ്ങളും വരുന്നു പറഞ്ഞിട്ട് ഭാര്യമാരും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് പരിചയപ്പെടുത്തല്ലേ? എന്തായാലും ഭർത്താക്കന്മാർ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ടൂർ കിട്ടിയല്ലേ? അപ്പൊ ഇവരുടെ കൂട്ടായ്മയെ കുറിച്ചൊന്ന് പറഞ്ഞു. എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ടാണ് അവരുടെ കൂട്ടായ്മയുടെ വിജയം അല്ലെ? അപ്പം എങ്ങനെയുണ്ട് ഇവരുടെ ഫസ്റ്റ് പിന്നെ ഗെറ്റ് ടുഗദറിൽ ഞാൻ ഉണ്ടായിരുന്നു, ഒപ്പം ഉണ്ടായിരുന്നത്. ആദ്യം വരുന്നില്ല, ഞാൻ വന്നാൽ എല്ലാവരും ഇതാവോ എല്ലാവരുമായിട്ട് ഇതാവോ എന്നുള്ളത് വിചാരിച്ചിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നെ നിർബന്ധിച്ച് കൂട്ടി വന്നതാണ്. പക്ഷെ ഇപ്പം ഗെറ്റ് ടുഗദർ വരുമ്പോൾ ഉറക്കാട്ടിക്ക് താല്പര്യം എടുക്കാറ്. അത്രയും നമ്മളെ ഒരു വേറിട്ട് കാണുന്നില്ല, നമ്മൾ ഇവരിന്റെ ഒരാളായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇവര് ഗെറ്റ് ടുഗദർ എന്ന് പറയുമ്പോൾ മുൻകൂട്ടി നോക്കി. അപ്പൊ ഞാൻ ആരാണെങ്കിലും ഹസ്ബൻഡ് ആണെന്ന് എന്ന് പരിചയപ്പെടുത്തി. എന്റെ പേര് ജിജിന, 96-ലെ മനോജ് കെ ഗോവിന്ദിന്റെ ഭാര്യയാണ്. കേട്ടല്ലോ, ബാക്കിയുള്ളവരൊന്ന് ഓർമ്മിച്ച് വെച്ചോ. അപ്പൊ ഒരാളും കൂടെ അച്ഛൻ മോഹൻ കാണുന്നുണ്ട്, കാണാൻ ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം ഇവിടെ അത് ഭയങ്കര അബദ്ധമൊക്കെ പറഞ്ഞു. കാരണം ഞാൻ പറയാൻ ഒരുങ്ങി നിൽക്കുമ്പോ ഇങ്ങനെ പറഞ്ഞതാ. അപ്പൊ ഒന്ന് പരിചയപ്പെടുത്താം. ധന്യ. അപ്പൊ ആരുടെ ഭാര്യ? കേട്ടല്ലോ, ഹരീഷിന്റെ ഭാര്യയാണ്. നമ്മള് ഈ ഗ്രൂപ്പ് ചേർന്ന് ഇവിടെ പഠിച്ചതിന് സംശയം വന്നു. ടീച്ചറാണ്. എവിടെയാണ്? ഇങ്ങനെ ഡെയിലി വേജസ് ആയിട്ട് പോകുന്ന ഗവൺമെന്റ് സ്കൂളിൽ. ലാസ്റ്റ് KV-യിലായിരുന്നു, ധർമ്മശാലയ്ക്ക്. കേട്ടല്ലോ, അപ്പൊ ടീച്ചർക്ക് ഇനി ബാക്കിയുള്ളവരോടും പറഞ്ഞു കൊടുക്കുക ഇതുപോലത്തെ ഒരു കൂട്ടായ്മകൾ അല്ലെ? ഇത് നമ്മുടെ മാതൃകാപരമായ കൂട്ടായ്മയാണ്. കുറേയേറെ ജനസേവനങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ഈ കൂട്ടായ്മകൾ പല സ്ഥലങ്ങളിലാണ്. കണ്ണൂർ ജില്ലയിലെ വിട്ടിപ്പോ വയനാടെത്തി, അടുത്ത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണെന്ന് സ്റ്റേറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അത് പോയി. എവിടെയായിരുന്നു? ഊട്ടിക്ക്. കേട്ടല്ലോ, അപ്പൊ ഇതുപോലെ 10ാം ക്ലാസ് പഠിച്ച എല്ലാവരും ഇതുപോലെ ഓടിച്ചേരണമെന്നാണ് ഇവരുടെ അഭിപ്രായം അല്ലെ? ആഘോഷിക്കുക, ജീവിതമൊക്കെ ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കാന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ നടന്നിങ്ങനെ പോവാ. അപ്പൊ ഞാൻ പയ്യാവൂർ വരെ കാണുന്നു. ഇവർക്ക് ഡൗട്ട് ഇല്ല. ആരും 10ാം ക്ലാസ് പഠിച്ചേ? 10ാം ക്ലാസ് എന്റെ വൈഫ്. 10ാം ക്ലാസ് ഇല്ല. അത് ശരി. അപ്പൊ 10ാം ക്ലാസ്സിലെ വിശേഷങ്ങളെന്ന് പറയാമോ? 10ാം ക്ലാസ് മാർക്ക് ലിസ്റ്റ് പറയണ്ട, ഇന്ന് വന്ന പരിപാടിയെ കുറിച്ചൊന്ന് പറഞ്ഞാൽ
കാരണം വെച്ചാൽ പുള്ളി അങ്ങ് ഓർമ്മ 10ാം ക്ലാസ്സിൽ ഞാൻ സയൻസിൽ എത്രയായിരുന്നു ഇല്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യുന്നത്? എവിടെയാണ് ലാബ് ടെക്നീഷ്യൻ വർക്ക്? ഒന്ന് ഫോട്ടോ സ്റ്റഡി ആണോ? 2 സ്ഥലത്ത് പോയിട്ട്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അപ്പൊ ഞങ്ങളെ പരിചയപ്പെട്ടില്ല. പേരെന്ന് പറഞ്ഞു? എന്റെ പേര് രജിത്ത്. രജിത്ത്. സ്ഥലം പയ്യാവൂര്. സ്ഥലം അയച്ചേരി. ഓക്കെ ഓക്കെ. ഞാൻ പയ്യാവൂർന്ന് കണ്ടിട്ടുണ്ട്. പേര് മഹിജ. വയനാടുള്ള ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തു എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ബിരിയാണിയിൽ നിന്ന് ക്ഷീണത്തിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല കുളത്തിൽ ചാടിയല്ലേ? സ്വിമ്മിംഗ് പൂളിൽ ചാടി. അപ്പൊ ഓക്കെ. ഇനി ബാക്കി വിശേഷങ്ങൾ പറഞ്ഞു. ഞാൻ കാണാതെ പറഞ്ഞു വിശേഷങ്ങള് SLC ബാച്ചിനെ പറ്റിയാണോ? അതെ, നിങ്ങളുടെ ആ ഒരു SLC ബാച്ചാണ്. പക്ഷേ എല്ലാ പ്രോഗ്രാമും നമ്മൾ പങ്കെടുക്കാറുണ്ട്. ഒരു 4-5 പ്രോഗ്രാം ഇപ്പം ട്രിപ്പൊക്കെ നമ്മൾ നടത്തി. അപ്പോ എന്തായാലും നന്നായിട്ടുണ്ട്. നമ്മൾ 10ാം ക്ലാസ് 1996 അല്ലേ? അതിനുശേഷം നിങ്ങളുടെ സംഗമങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് കൂട്ടായ്മകൾക്ക് കൊണ്ട് ഗുണം കിട്ടുന്നുണ്ടോ? ഏറ്റവും നല്ല ഗുണമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പിന്നെ എന്താ പറയണ്ടേ, ചാറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ പ്രായമുള്ളവർ, അതായത് വൃദ്ധസദനത്തിൽ വെച്ച് നമ്മളൊന്ന് നടത്തി. പിന്നെ ബഡ്സ് സ്കൂളിൽ വെച്ച് ചെയ്തു. ജിയിലായിരുന്നു. ജീവൻ അറിയാമായിരുന്നു. അപ്പൊ എന്തായാലും ഈ പരിപാടി കഴിയുമ്പോൾ അടുത്ത പരിപാടി എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം ആഘോഷത്തിലാണ് ഇവരുള്ളത്. നമ്മൾ ഈ പ്രോഗ്രാമുമായിട്ട് ഇങ്ങോട്ട് വന്ന സമയത്തെ എന്നോടൊപ്പം ഒരാളെ പിടിച്ചു നിർത്തിക്കണമെന്ന് നോക്കുമ്പോൾ ഹൈറ്റ് കുറവാന്ന് മറ്റേ പുള്ളി ചാടി മേലെ കയറി വെക്കുക. അപ്പൊ നമുക്ക് പരിചയപ്പെട്ടായിരുന്നു അല്ലെ? കൻഷിക ഓടി പിടിച്ച് മേലെ കയറിക്കുക. എന്നോടൊപ്പം നിന്ന് പാട്ട് പാടുന്നു. അപ്പൊ നല്ല ഗായികയാണെന്നൊക്കെ എനിക്കറിയാം. കൻഷിക ഇപ്പൊ എത്ര പഠിക്കുന്നത്? ഇനി 6th അമ്മ 10ാം ക്ലാസ് പഠിച്ചായിരുന്നോ? അപ്പൊ അമ്മേടെ കൂട്ടുകാരിയായിട്ടാ വന്നേ? അപ്പൊ അമ്മേനെ കൂടി പരിചയപ്പെടുത്തി. പേരെന്താണ്? അപ്പൊ മോള് നല്ല ഗായികയാണ്. അപ്പൊ നല്ലൊരു പാട്ടൊക്കെ പാടിയിട്ട് നമുക്ക് എല്ലാരും സൂചിപ്പിച്ചേക്കാം അല്ലെ? അന്നറിയിച്ചു. കവിള് പൂമതമുള്ളൊരു പെൺപൂവേണു പുകാര. കതളി കൺകതളി ചെങ്കതളി പൂവേണു. കവിള് പൂമതമുള്ളൊരു പെൺപൂവേണു പുകാര. മുകളിൽ ജല 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 ജംഗില മൂടെ മുഖപ്പോ വിടർത്തും പെൺകുട കീഴേ. മുകളിൽ ജല 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 ജംഗില മൂടെ മുഖപ്പോ വിടർത്തും പെൺകുട കീഴേ. വരില്ലേ നീവലനാലി തരില്ലേ താമരത്താലി തെയ്യറത്താരേ. കതളി കൺകതളി ചെങ്കതളി പൂവേണു. കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണു പുകാര. എന്തൊക്കെയാ പാട്ട് പാടുക മാത്രമാണോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കോ? ഡാൻസ് കളിക്കും. ആരാണ് ഗുരുനാഥൻ? അമ്മയാണോ പഠിപ്പിക്കുന്നത്? അല്ല, ടീച്ചറുടെ പേരിന്? നീലിമ ടീച്ചർ. പാട്ട് പഠിപ്പിക്കുന്ന നീലിമ ടീച്ചർ അല്ല, ഡാൻസ് പഠിപ്പിക്കുന്ന നീലിമ ടീച്ചർ. പാട്ട് പഠിപ്പിക്കുന്നത് സുവർണ ടീച്ചർ. പിന്നെ അമ്മയും പാട്ട് പാടുന്നു പറയുന്നത് കേട്ടല്ലേ? അമ്മ പാട്ട് പറഞ്ഞിരുത്തുണ്ടോ? ഇല്ല, അമ്മ പറഞ്ഞിരുത്തില്ല. നല്ലതാണോ ചീത്താണോ പറയാം പാടിയതിനു ശേഷം? അച്ഛൻ പാടും. അച്ഛന്റെ പേര് സുരേഷ്. അച്ഛൻ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? റെയിൽവേയിലെ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ. ഓക്കെ. അപ്പൊ അമ്മേനെ കൂടി പരിചയപ്പെടുത്തണ്ടേ? മോളൊന്ന് പരിചയപ്പെടുത്തോ. അമ്മയുടെ പേരിന്? ഷൈന. പിന്നെ എവിടെ സ്ഥലം എവിടെയാ? കമ്പല്. അപ്പൊ ഷൈന കമ്പല് മോളാണ് അവതരണം നടത്തുന്നത്. അപ്പൊ അതിന് ചോദിക്കേണ്ടത് മോളാണ്. അമ്മ പാട്ട് പാടുവോ? കുറച്ച് പാട്ട് പാടില്ലേ? വീട്ടിൽ പാട്ട് പാടാറില്ലേ? അപ്പൊ അമ്മ പാട്ട് പാടണം തന്നെ പറഞ്ഞു. അമ്മ പാട്ട് പാടും. അമ്മന്റെ സൗണ്ട് ശരിയില്ല, ജലദോഷം പിടിച്ചിട്ട് സൗണ്ട് എല്ലാം പോയിട്ടുള്ളത്. 2 ലൈൻ പാടാം. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പൊരു പൂവേ. അത് മോളെ കുറിച്ച് പാടുകയെന്ന് തോന്നുന്നു അല്ലെ? എന്ത് പറഞ്ഞാലും എന്റെ ഭാഗം ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കണ്ണൂരിൽ നിന്നൊക്കെ വയനാട്ടിൽ എത്തിയപ്പോൾ ഉള്ള ക്ലൈമറ്റിന്റെ പ്രശ്നങ്ങളും പിന്നെ വെള്ളത്തിൽ ചാടിയോ അമ്മ? ഇല്ല. അപ്പൊ ആ തണുപ്പൊക്കെ കൊണ്ട് സൗണ്ട് കുറഞ്ഞു തന്നെ അമ്മ 2 കൊല്ലം നിർത്തിയിരിക്കുക അല്ലെ? 10ാം ക്ലാസ്സിൽ വിജയം എങ്ങനെയുണ്ടായിരുന്നു? നല്ല വിജയമായിരുന്നു. അപ്പൊ 10ാം ക്ലാസ്സിലെ കൂട്ടായ്മയുടെ വിജയം അതിലും നല്ലതായിരുന്നു. ഇപ്പോഴുള്ള പ്രോഗ്രാമുകളിലൊക്കെ സജീവ സാന്നിധ്യമാണ്. എല്ലാ പ്രോഗ്രാമിലും ഇതുവരെ പങ്കെടുത്ത എല്ലാ പ്രോഗ്രാമിലും നല്ല സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലെ ഓർമ്മകൾ എങ്ങനെയുണ്ട്?
എല്ലാം ഇപ്പം ഗെറ്റ് ടുഗദർ എല്ലാം വരുന്നോണ്ട് പഴയ ഓർമ്മ ഇപ്പോഴും പങ്കുവെക്കാറുണ്ട്. പങ്കുവെക്കാറുണ്ട്. നിങ്ങളുടെ കൂട്ടായ്മകൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഇല്ലേ? ഉണ്ട്. അതിന്റെയൊക്കെ സജീവത എങ്ങനെയുണ്ട്? ഒന്ന് എല്ലാ സജീവം ദിവസവും പറയോ ഇന്ന കറിയാണ് വെക്കാറ്, ഇന്ന ചോറ് വെച്ചും അല്ല അമ്മ പറയാറുണ്ടോ? അപ്പൊ കൂട്ടുകാരെല്ലാം വിളിക്കുന്ന കേൾക്കാറുണ്ടോ? ആ വിളിക്കുന്ന കേൾക്കാറുണ്ട്. അതെയോ? അപ്പൊ ഇനി 10ാം ക്ലാസ് ശേഷം നമുക്കും കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കണ്ടേ? ചിന്തിക്കാറുണ്ടോ ഇതുപോലൊരു കൂട്ടായ്മയൊക്കെ വേണം? 10ാം ക്ലാസ് ആവണ്ടല്ലേ? അപ്പൊ എന്തായാലും ഒത്തിരി പേരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നല്ല പാട്ടുകൾ കേട്ടു. എല്ലാവിധ ഭാവങ്ങളും മോക്ക് കൊടുക്കുകയാണ്. കാരണം വലിയ വളർന്ന് വലിയ യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കാറില്ലേ? ജില്ലയില് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എ ഗ്രേഡ്. ജില്ലയിൽ ഫസ്റ്റ് എ ഗ്രേഡ് ആണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുകയാണ്. കണ്ടം പൂട്ടിയടിക്കാൻ കരുപാറക്കാരങ്ങളുണ്ട്, വെള്ളം കോരിക്കോരി ഉള്ളം നിറയത്ത മേലക്കിടാങ്ങളുണ്ട്. തക തക താപ്പിരന്തക പെയ്താറു, തകരിരന്തക പെയ്താറു, താപ്പിരന്തക തകതിരന്തക തരതിരന്തക പെയ്താറു, താപ്പിരന്തക പെയ്താറു, തകതിരന്തക പെയ്താറു, താപ്പിരന്തക തകതിരന്തക തരതിരന്തക പെയ്താറു. താരകത്തന്നാളെ കരുടാടും മൊഴിയാളെ, തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്കാറും കോറ പാറിച്ചാട്ടയും. തക തക താപ്പിനന്തക പെയ്താറു, തകതിരന്തക പെയ്താറു, താപ്പിനന്തക തകതിരന്തക തരതിരന്തക പെയ്താറു. എന്റെ പേര് ബിനോജ്. എവിടെ സ്ഥലം എവിടെയാ? അരിമ്പ്ര പറശ്ശിനിക്കടവ്. 10ാം ക്ലാസ് ഒക്കെ പാസ്സായിരുന്നോ? പാസ്സായിട്ടുണ്ട്. അങ്ങനെ എന്റെ വിശ്വാസം. അന്ന് ചില ആൾക്കാർക്ക് വിഷമമുണ്ട് 10ാം ക്ലാസ് പാസ്സായോ എന്നുള്ളത്. ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. ഇപ്പൊ പരിപാടികൾ സോളാറിന്റെ വർക്കായിരുന്നു. സോളാറില്ലേ? ഇപ്പൊ സോളാറുണ്ട്. മഴക്കാലമാണ്. മഴക്കാലാണ് കുറച്ച് കുറവാ. പക്ഷെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ നല്ല അടിപൊളി അല്ലേ? ഇവിടുത്തെ കാലാവസ്ഥ കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആഘോഷങ്ങളൊക്കെ? ആഘോഷങ്ങൾ അടിപൊളിയായിരുന്നു. ആഘോഷങ്ങൾ ഒരിക്കലും നിൽക്കാറില്ല. പേരെന്താ? ജിജു. ജിജു. എവിടെ സ്ഥലം എവിടെയാ? ഞാൻ നാളത്തെ നാറാത്ത്. ഒരു 96 കാലഘട്ടത്തിലാണ് 10ാം ക്ലാസ് എഴുതിയല്ലേ? അതിനുശേഷം ഇങ്ങനെ കൂട്ടായ്മകള് എത്രത്തോളം സന്തോഷകരമാകുന്നുണ്ട്? ഞാൻ ഇപ്പോഴാണ് ഇതിലേക്ക് വന്നത് കണ്ടോ? അപ്പൊ തിരക്കുകളായിരുന്നു, ജീവിത തിരക്കും കാര്യങ്ങൾക്ക് ഇടയിലുള്ള ഒരു ഓട്ടം. സൗദിയിലാണ്. അപ്പം തിരക്കുള്ള സൗദിന്നൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പം കമ്പനി പോവുകയാണ് കേട്ടല്ലോ. കാലം എത്ര കടന്നാലും സൗഹൃദങ്ങൾക്ക് ഒരിക്കലും അളവ് കുറയുന്നില്ല അല്ലെ? 10ാം ക്ലാസ്സിന്റെ ഓർമ്മകളൊക്കെ എന്തായാലും അതിഥി സന്തോഷം മോഹൻ കണ്ടാൽ തന്നെ അടിച്ചു പൊളിച്ചു. പേരെന്താണ്? രാകേഷ്. മഞ്ഞ കളറൊക്കെ കാണുന്നില്ലേ? തെളിച്ചം കാണുന്നില്ലേ അല്ലേ? മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഞാൻ വരുമ്പോ അവിടെ സ്വിമ്മിംഗ് പൂളില് നല്ല രീതിയിൽ നീന്തി കളിക്കുക. ഞാൻ അവിടെ കണ്ടു പരിചയപ്പെട്ടു. എന്തായാലും എന്റെ സ്ഥലം എവിടെ? പെരുമാശ്ശേരി. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ആഘോഷ ദിവസം? ആഘോഷ ദിവസം നല്ല സന്തോഷം, നല്ല അടിപൊളിയായിരുന്നു. പേരെന്തായിരുന്നു? ഷാജു. ഷാജു. സ്ഥലം എവിടെയാണ്? പെരുമാശ്ശേരി. പെരുമാശ്ശേരി. എല്ലാവരും പെരുമാശ്ശേരി കൂടുതലായിരുന്നു. രണ്ടാളും പെരുമാശ്ശേരിയിലാണ്. ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ടൈൽസ് വർക്കുകളും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ കേട്ടല്ലോ, എല്ലാവരും പെരുമാശ്ശേരി മാത്രമല്ല പല സ്ഥലത്തും ഉണ്ട്. അവരൊക്കെ ഞങ്ങളൊന്ന് കൂടി എല്ലാ വർഷവും ഇടക്കിടക്ക് കൂടുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടല്ലോ 10ാം ക്ലാസ് ഏറ്റവും കൂടുതൽ കൂട്ടായ്മ ഉള്ള എപ്പോഴും കൂടി പ്രോഗ്രാമൊക്കെ നടത്തുന്ന കൂട്ടായ്മ നിങ്ങളെയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? അത് എനിക്കും തോന്നുന്നു. കാരണം പലവട്ടം പല സ്ഥലങ്ങളിലും ഞാൻ പരിചയപ്പെടുമ്പോഴും 10ാം ക്ലാസ് ഒക്കെ പറഞ്ഞാൽ കൊല്ലത്ത് ഒരിക്കലൊക്കെ കൂടാറുള്ളൂ. ഇവര് പറഞ്ഞാല് ഇഷ്ടംപോലെ എല്ലാ ദിവസവും പഠിക്കുമ്പോഴെല്ലാം ടൂറുണ്ട്. അതുപോലെ തന്നെ കുറെ സഹായങ്ങളൊക്കെ കുറെ ആൾക്കാർക്ക് ചെയ്യുന്നുണ്ട്. ചാരിറ്റി വർക്കൊക്കെ ചെയ്യുന്നു. എന്നാലും അഭിമാനിക്കാവുന്ന എല്ലാവർക്കും ഓരോ വ്യക്തികൾക്കും അഭിമാനിക്കാവുന്ന ഒരു കൂട്ടായ്മയാണ് ഇത്. പേരെന്താണ്? സജു. സജു. ഞാൻ കൊളച്ചേരി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഓട്ടോ ഡ്രൈവറും. പിന്നെ ഓട്ടോറിക്ഷ ഓടിച്ച് വീട്ടിലവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറി ഇങ്ങോട്ട് പോകുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? കുഴപ്പമില്ല, നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു അന്തരീക്ഷം, നല്ലൊരു. ഇപ്പം പഴയ കൂട്ടുകാരൊക്കെ പഴയ കൂട്ടുകാർ ഒരേ ബെഞ്ചിൽ നിന്ന് കൂട്ടുകാരും കണ്ടെത്തിയോ? ഇവരെല്ലാരും ഒരേ ബെഞ്ച് പഠിച്ചവരാണ്. ഹരീഷ്, മനോജ്, ഇങ്ങനെയുള്ള കുറച്ച് പേര് എല്ലാവരും മാറിപ്പോകുന്നുണ്ട്. പേരെന്തായിരുന്നു? ശ്രീജു. ശ്രീജു, എന്തൊരു വിശേഷം? എങ്ങനെയുണ്ടായിരുന്നു വയനാടൊക്കെ? സുഖമാണ്. വയനാട്ടിൽ മഴയുണ്ടായിരുന്നു? വന്നേരമുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ ഏതായിരുന്നു സ്റ്റാൻഡേർഡ്? 1 മുതൽ GH വരെയുണ്ടായിരുന്നു. I വരെ ഉണ്ടായിരുന്നു. അതിലായിരുന്നു. അവിടെയുള്ള കൂട്ടുകാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ ഏതായിരുന്നു അന്ന്? എന്നാലും എല്ലാരും മോൻ നോക്കി പറയാൻ ഒരു ചെറിയ വിഷമേ. എല്ലാരും എനിക്ക് ഇഷ്ടമല്ലേ അല്ലേ? എല്ലാരും ഇഷ്ടമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആഘോഷമൊക്കെ? അടിപൊളിയായിരുന്നു. ഓക്കെ.
ഒരാളിങ്ങനെ മാറി നിൽക്കുകയാണ്, എന്നെ വിളിക്കുന്നത് അടുത്ത വീട് എന്താണല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും മുമ്പ് നിൽക്കുന്ന വ്യക്തിയാണ്. പേരെന്താണ്? സജിത്ത്. എവിടെ സ്ഥലം എവിടെയാണ്? കൊളച്ചേരി കാവുഞ്ചാൽ. എനിക്ക് ഒത്തിരി കൂട്ടുകാരെ കിട്ടിയെന്നുള്ളതാണ് എനിക്ക് സന്തോഷം. കാരണം അവരെ കുട്ടിപ്പറമ്പിൽ പിറകിൽ നിൽക്കുകയും എന്നെ മുമ്പിൽ എത്തിക്കുകയും എനിക്ക് ഒത്തിരി പേര് എനിക്ക് സന്തോഷത്തോടെ കൂട്ടി കണ്ടുപിട്ടി എനിക്ക് കാണുമ്പോൾ എന്നെ മനസ്സിലാവില്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ കൂട്ടായ്മയുടെ സന്തോഷകരമായ നിമിഷങ്ങൾ? ഇത് കംപ്ലീറ്റ് എൻജോയ്. അതായത് നമ്മള് സ്കൂൾ ജീവിതത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും അതിനുശേഷമുള്ള ഫ്രണ്ട്ഷിപ്പും രണ്ടും വേറെ തന്നെയാണ്. ഇപ്പൊ കുറെ കഥകളൊക്കെ പറയാനുണ്ട്, അന്നത്തെ കഥയുണ്ട് ഇന്നത്തെ കഥയുണ്ട്. സ്കൂൾ ജീവിതത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിനുശേഷം ഒരുപാട് ഫ്രണ്ട് ഉണ്ട്, അവര് മോശമാണെന്നല്ല, അല്ല ഇത് ചങ്കുകൾ അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കൂടെ അന്നെല്ലാം മനസ്സിലാക്കി, പിന്നെ നമ്മളെ കൂടെ അന്ന് പോലെ നമ്മളെ തെറ്റും ശരിയും എല്ലാം. 10ാം ക്ലാസ്സിൽ ബെഞ്ചിമണിലൊക്കെ ഏറ്റവും എത്തിക്കാറുണ്ടായിരുന്നു ടീച്ചർമാരൊക്കെ. അതിന്റെ കഥ പറയേ വേണ്ട, ഇത് ചെറുതും വലുതായിട്ടുള്ള പല രസകരമായ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഓർമ്മിക്കാനുള്ള സംഭവം വെളിപ്പെടുത്തൂല. ഞാൻ ബെഞ്ചിനെ കയറി നിന്നിട്ടേ ഇല്ല എന്നല്ല, അത് ഞാൻ പറയൂല. പല രീതിയിലും ഉണ്ടാവും. അതെല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കേസാണ് ഈ കൂട്ടത്തിലുള്ള എല്ലാവരും. അത് ചില കൂട്ടമില്ല, ഇങ്ങനെ ഞാൻ സ്കിപ്പ് ചെയ്തു, കാരണം ഇങ്ങനെ ഞാൻ ആദ്യം ചോദിച്ചോണ്ട്. പേരെന്താണ്? രതീഷ്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? പിന്നെ 10ാം ക്ലാസ്സില് ഏത് ഡിവിഷനിലായിരുന്നു? കെയില്. അപ്പൊ കെ എത്തി. അന്ന് ഈ ഒരു കൂട്ടായ്മ എന്തൊക്കെ സേവനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം സാധാരണ ചെയ്യുന്നത്? വാട്സപ്പ് ഗ്രൂപ്പൊക്കെ സജീവമാണോ? ഗ്രൂപ്പിലൊക്കെ ചെയ്യുന്നത്? എത്താറില്ല. റേഞ്ച് ഏറ്റവും കൂടുതൽ തെങ്ങിന് മുകളിൽ കിട്ടാറ് സമയം കുറവാണ്. അപ്പോ സമയം ചുരുക്കിയിട്ട് ഞാൻ അടുത്ത ആളെ കൂടി പരിചയപ്പെടും കേട്ടോ. പേരെന്തായിരുന്നു? മഹേഷ്. സ്ഥലം എവിടെയാണ്? നാറാത്ത്. ഓണപ്പറമ്പ്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? വണ്ടിയാണ്. അപ്പൊ എല്ലാവരും ഇതൊരു തയ്യാറെടുപ്പ് എത്ര ദിവസം മുമ്പേ ഉണ്ടായിരുന്നു? ഇത് നമ്മളെ ഗ്രൂപ്പ് പരിപാടിയല്ലേ, ഓരോ പരിപാടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരുപാട് പരിപാടി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. ഇന്നത്തെ യാത്ര എപ്പോ പ്ലാൻ ചെയ്തോ? ഒരു മാസം മുമ്പ് പ്ലാൻ ചെയ്തു. അപ്പൊ അടുത്ത പ്രൊജക്ട് ചിലപ്പോൾ ഇപ്പം തന്നെ പ്ലാൻ ചെയ്യും അല്ലേ? ഒരു മുന്നേറ്റം ഇതിന് ഈ കാട്ടി ആൾക്കാർ കൂട്ടിയിട്ട് നമ്മൾ ഇനിയും വലിയ പരിപാടി സംഘടിപ്പിക്കാൻ കേട്ടല്ലോ. ഇനിയും കുറെ ആളുകൾ വരാൻ ബാക്കിയുണ്ട്, അവർക്കൊക്കെ വിഷമമുണ്ട് നമുക്ക് അറിയാം. അടുത്ത പ്രോഗ്രാമിൽ നിങ്ങൾ സജീവമായിട്ട് ഉണ്ടാവണം. പേരെന്തായിരുന്നു? എന്റെ പേര് സജിത്ത്. ഒരു ഷർട്ടൊക്കെ ഒരു കളറൊക്കെ ആയിട്ടാ, അവിടെ നമ്മൾ പറയും. കാണുമ്പോൾ ഒരുപോലെ ഉണ്ടോ? എന്റെ വീട് ഇല്ല, എന്റെ നല്ല ഭംഗിയുണ്ട്. അത് കൊള്ളാലോ. ഓക്കെ. പേരെന്തായിരുന്നു? സജിത്ത്. ചേലേരി. ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഞാൻ ഈ ബസ് കൊണ്ട് വന്നു. കണ്ടല്ലോ, ഇത് ബസ് സ്വന്തമായിട്ടുണ്ട്. സ്വന്തമായിട്ടില്ല, നമ്മുടെ ഫ്രണ്ടിന്റെ. അപ്പൊ ആ ബസ്സും കൊണ്ട് കൂട്ടുകാരെല്ലാം കൂട്ടി അപ്പൊ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവരുടെയൊക്കെ വേറെ ഡ്രൈവർ കൂട്ടി കണ്ടോ, അടിച്ചോടിക്കാൻ വേണ്ടി ഞാൻ വേറെ ആളെ കയറ്റിയത്. ഇവരെ അറിയുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യും. കണ്ടല്ലോ. ഇനി അങ്ങോട്ടുള്ള യാത്ര ഇങ്ങനെയാണ് നയിക്കുന്നത്. മാത്രമല്ല ഈ യാത്രയിൽ നന്നായിട്ട് നയിച്ചു കൊണ്ടുവന്നതും ഇദ്ദേഹമാണ് അല്ലെ? ബസ്സിനകത്ത് ബസ്സിനെ കുറിച്ചൊക്കെ അഭിപ്രായം ഇവരെല്ലാം പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല, കുറ്റേ പറയൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. അപ്പൊ കുറച്ച് കൊടുക്കുന്ന പറയുന്നത് എന്തായാലും. പിന്നെ മാത്രമല്ല ഇനിയും കുറെ സഹായങ്ങളൊക്കെ പുറത്തു ചെയ്യാൻ ഫ്രീ ആകാൻ സാധ്യതയുണ്ട്. ചോദ്യങ്ങൾ ഉത്തരങ്ങൾ. പക്ഷെ പെട്രോൾ അടിക്കാൻ വണ്ടി വരില്ല. മാത്രമല്ല എന്റെ അച്ഛനൊന്നും നിൽക്കണ ഞാൻ നായകന് കൊടുക്കാം. തീർച്ചയായിട്ടും. അതിൽ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇതിന്റെ ഒക്കെ ഒരു നിർണായകനുണ്ട്. ഇതിനെല്ലാം കോർത്തിണക്കി ഈ രീതിയിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇതിനെ നയിക്കാൻ പ്രാപ്തരായുള്ള കൃത്യമായിട്ടുള്ള സംഘാടകൻ, മികച്ച സംഘാടകൻ, അദ്ദേഹത്തിന്റെ വരികളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമസ്കാരം. അപ്പോ നമ്മൾ പരിചയപ്പെട്ടതിന് മുമ്പേ തീർച്ചയായിട്ടും അല്ലെ 10ാം ക്ലാസ്സിൽ ഞാൻ ഒരിക്കൽ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചതുകൊണ്ട് നമ്മൾ പലതവണയായിട്ട് കണ്ടിട്ടുണ്ട്. അതെ. അത് ഈ പരിപാടിയെ കുറിച്ച് അതിന്റെ സംഘാടകൻ ഉണ്ടാകുന്ന ടെൻഷൻ എന്തൊക്കെയാണ്? ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമ്മളെല്ലാവരും സംഘാടകരുന്നാണ്. എല്ലാവർക്കും പല പല വിഷമങ്ങളുണ്ട്. പിന്നെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാനല്ലോ പല ആൾക്കാർക്കും ഉത്തരവാദിത്തങ്ങൾ കൂടി വരിക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കാരണം വെച്ചാല് 10ാം ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു 10ാം ക്ലാസ് കൂട്ടായ്മ. കാരണം അവർ മറ്റുള്ളവർക്കൊരു താങ്ങും തണലുമാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള എൻജോയ്മെന്റ് ചെയ്യാൻ അതുപോലെ എല്ലാത്തിനും വേണ്ടി ഒരു കൂട്ടായ്മയെ നിലനിർത്തി കൊണ്ടുപോകുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ ദൈവം സഹായിച്ച് നമ്മളെ കൂട്ടത്തിൽ പഠിച്ചവരെ തന്നെ 2-3 ആൾക്കാരെ നമുക്ക് എന്താ പറയണ്ടേ, അവരെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് അവരെ മാസം ഒരു ചെലവ് എന്നുള്ള രീതിയിൽ നമ്മളൊരു തുക നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് എല്ലാ മാസം. അത് നമ്മളെ ഒപ്പരം പഠിച്ച
ആൾക്കാർ നമുക്കിപ്പോൾ അറിയുന്ന ആൾക്കാരുണ്ട്, ഒരു 2-3 ആൾക്കാർ ഇങ്ങനൊരു തീരെ വയ്യാതെ അവർക്ക് എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തും നമ്മൾ ചാരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദൈവം സഹായിച്ച് ഇതിനൊക്കെ നമുക്കിപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എടുത്തു ചാടാൻ വേണ്ടി പറ്റില്ലെങ്കിലും നമ്മളെ മുന്നിലെത്തുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പല മനസ്സുകളെ ഒറ്റ മനസ്സാക്കി മാറ്റുന്ന ഒരു കൂട്ടുകാരൻ. എന്തായാലും നമ്മൾ എല്ലാരും പരിചയപ്പെട്ടില്ലെന്ന് ആരുള്ളത്? വാ ഇങ്ങോട്ട്, നമ്മൾ ഇങ്ങനൊപ്പം തന്നെ എത്തിക്കാം. തിളങ്ങി നിൽക്കുന്ന വ്യക്തിയല്ലേ അല്ലേ? എന്നും ഉദയസൂര്യനെ പോലെ അതെ വരാൻ 2 പേര് വരും. ഞാൻ നിൽക്കുമ്പോൾ എന്റെ കൂടെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. കണ്ട അതാണ് സംഘാടകന്റെ ഒപ്പം കൂടിച്ചേർന്ന് എല്ലാവരും നിൽക്കുന്നു. പേരെന്താണ്? സുനിൽ. എവിടെയാ സ്ഥലം? എവിടെയാണ്? നാറാത്ത്. ഇപ്പൊ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറയരുത്. ഇല്ല, ഞാൻ ഇപ്പൊ ഡ്രൈവറാണ്. കുറച്ചാലും പുറത്തെല്ലാം ഉണ്ടായി, ഇപ്പൊ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നു. കാരണം ഇവർക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം പല ഭാഷകളും പല ദേശങ്ങളൊക്കെ പിന്നീടാണ് കടന്നു വന്നത് അല്ലെ? അവർക്കൊക്കെ കൂട്ടായ്മകൾ, അതുപോലെ വാട്സപ്പ് കൂട്ടായ്മയിൽ എപ്പോഴും പാട്ടൊക്കെ പാടാറുണ്ടെന്നാണല്ലോ. അയ്യോ എന്റെ കേട്ടോ, ഇല്ല പാട്ട് പാടണ്ടെന്ന് പറഞ്ഞു, പാട്ട് പാടിക്കരുത് പറഞ്ഞത്. പേരെന്താണ്? രാജേഷ്. രാജേഷ് എന്ത് ചെയ്യുന്നു? ഞാൻ ടൈൽസിന് വർക്ക് ചെയ്യുന്നു. സ്ഥലം എവിടെയാ? രാജേഷ് എന്ന വ്യക്തിന്റെ പിറന്നാളും നമ്മുടെ മോഹൻലാൽ എന്ന വ്യക്തിന്റെ പിറന്നാളും ഒരേ ദിവസം. നമ്മളൊരു എൻജോയ്മെന്റ് എടുക്കണം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ലാലേട്ടന് ഇഷ്ടമാണോ? ഇഷ്ടമല്ല, എല്ലാവരും ഇഷ്ടമല്ല. ഇഷ്ടമല്ലേ? താങ്ക് യു. ലാലേട്ടന്റെ പിറന്നാളോടൊപ്പം എന്നും ഓർമ്മിക്കാൻ വേണ്ടി ഒരു പിറന്നാൾ. എന്തായാലും ഈ ഒരു യാത്രയിൽ ഒരു ഇരട്ടി മധുരമായി മാറിയത്. ഇന്നത്തെ യാത്രയെ കുറിച്ച് പറഞ്ഞാല് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഈശ്വരാനുഗ്രഹം തന്നെയാണ്. കാരണം നമ്മൾ 2 ആഴ്ച മുന്നേ യാത്ര ഇവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമുക്ക് വയനാട് ശരിക്കും ചുറ്റിക്കാണാനുള്ള ഒരു സാഹചര്യം ഇല്ല. കാരണം അത്രത്തോളം വെയിലാണ്. ഇത്രയും ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ ക്ഷീണം പിടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെയാണ് ഈ റിസോർട്ട്. പിന്നെ അതിനുശേഷം വന്നൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മഴ വന്നു. അപ്പം ഇന്നലെ വരെ നല്ല മഴയായിരുന്നു, ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു, വയനാടൊക്കെ നല്ല മഴയായിരുന്നു. ഇന്ന് നമുക്ക് എന്താ പറയണ്ടേ, ഈശ്വരാധീനം കൊണ്ട് വളരെ നല്ല കാലാവസ്ഥ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. വന്ന് ഇത്ര വരെ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ 8 മണി 9 മണി വരെ ഇനി നമ്മുടെ ആഘോഷങ്ങൾ വേറെയും കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ ഡിന്നറും കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ തിരിച്ചു പോകും. നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. യാത്ര ഇന്ന് എത്തിയത് മാനന്തവാടിയിൽ. നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ചേർന്ന് നിങ്ങളിലേക്ക് അറിയിച്ചു അല്ലെ? അപ്പോ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പുതിയ അതിഥികളുമായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുവരെ